ധർമ്മസ്ഥല കഴിഞ്ഞ വർഷം ഏറെ കോളക്കം സൃഷ്ടിച്ച ഒരു കേസാണ്. 100-ലധികം പെൺകുട്ടികളെ അവിടെ കുഴിച്ചുമൂടിയെന്നും ബലാത്സംഗം ചെയ്ത് കൊന്നു കുഴിച്ചുമൂടിയെന്നൊക്കെ ഒരു വാർത്ത അവിടുത്തെ ശുചീകരണ തൊഴിലാളി വന്ന് പറയുന്നു. അത് ഒരു വർഷത്തിന് ശേഷം തന്നെ കൊണ്ട് പറയിപ്പിച്ചത് പ്രകാശ് രാജ് ഉൾപ്പെടെയുള്ളവരാണെന്നും പറയുന്നു. എന്താണ് ശരിക്കും ധർമ്മസ്ഥലയിൽ നടക്കുന്നത്? ധർമ്മസ്ഥലയിൽ 2025 ഈ ഒരു പ്രശ്നം വന്നത്. കുറെ അവിടുത്തെ ഒരു ശുചീകരണ തൊഴിലാളിയാണ്. അയാൾ ആരോപിച്ച് ഇങ്ങനെ അവിടെ കുറെ ആളുകളെ കുറെ പെൺകുട്ടികളെ എന്നിട്ട് ഒരു സാക്ഷിയെ കൊണ്ടുവന്നു. മരിച്ചുപോയ കാണാതായുള്ളൊരു സ്ത്രീ, ഒരു കുട്ടിയുടെ അമ്മയെ കൊണ്ടുവന്നു. അങ്ങനെ എല്ലാം കൂടി അങ്ങനത്തെ ഒരു സംഭവം അങ്ങനെ വന്നു. ഇങ്ങനെ ഉണ്ട്. അങ്ങനെ എന്ത് ചെയ്തു, കോടതി ഇതിനൊക്കെ ഒരു ആക്ഷൻ കമ്മിറ്റി ഒക്കെ ഉണ്ടായിരുന്നു. നമ്മളെ മലയാളിയായ ഒരു മനാഫൊക്കെ ഇതിലുണ്ടായിരുന്നു, ഈ ആക്ഷൻ കമ്മിറ്റി. അങ്ങപ്പോ അമ്പലം അങ്ങനെയൊക്കെ സർക്കാർ ഉത്തരവിട്ടു അന്വേഷണം ഉത്തരവിട്ടപ്പോ ഇതെല്ലാം ഈ പ്രഥമ ദൃഷ്ട്യ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാന്ന് മനസ്സിലായി. പിന്നെ അങ്ങനെ നോക്കി ഒന്നും കാര്യമായിട്ടൊന്നും കണ്ടെത്തിയില്ല. അപ്പത്തിന് ഇവരെ വാദങ്ങളെല്ലാം കള്ളാന്നുള്ള രീതിയിൽ വന്നു. പിന്നെ എനിക്ക് തോന്നുന്നത് ആ സ്ത്രീക്ക് ഇങ്ങനെ ഒരു മകൾ ഇല്ലാന്നോ ആ രീതിയിൽ വന്നു. അങ്ങനെ അത് SIT, എനിക്കൊന്ന് ഗവൺമെന്റ് കോടതി SIT-നോട് പറഞ്ഞു അന്വേഷിക്കും, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനോട് അന്വേഷിക്കാൻ പറഞ്ഞു. അവരത് അന്വേഷിക്കുമ്പോഴാണ് ഇപ്പം ഈ പറഞ്ഞ ചിന്നയ്യ എന്നായി തൊഴിലാളിയുടെ പേര്. ചിന്നയ്യ പറഞ്ഞത് പ്രകാശ് രാജും ചില ആക്ടിവിസ്റ്റുകളും ചില യൂട്യൂബേഴ്സും ഈ പറഞ്ഞ പോലെ ഞങ്ങളെ എന്നെ നിർബന്ധിച്ചത് 200 കോടിയുടെ ഒരു ഡീലാണ്, എന്നെ നിർബന്ധിച്ച് പറയിപ്പിച്ചതാണെന്നാണ് പറഞ്ഞത്. പ്രകാശ് രാജ് പറഞ്ഞതല്ലേ എനിക്കറിയില്ല, എങ്ങനെയാണ് പറഞ്ഞത്. അപ്പൊ ഇങ്ങനെയാണിത്. പക്ഷെ ഇവിടെ നമ്മളൊരു പാറ്റേൺ ഉണ്ട്. ഈ ഹിന്ദു ടെമ്പിൾസിനെ ഒരു ഡിഫെയിം ചെയ്യുക ഇങ്ങനെയുള്ളൊരു പാറ്റേൺ പൊതുവേ കുറച്ചായിട്ട് നമ്മൾ കാണുന്നത്. അത് പല രീതിയിലായിരിക്കും. ചിലപ്പോൾ കുറെ ആക്ടിവിസ്റ്റുകൾ കയറിയിട്ടായിരിക്കും, ചിലപ്പോൾ ഇങ്ങനത്തെ ആരോപണങ്ങൾ പറഞ്ഞിട്ടായിരിക്കും. ഇങ്ങനത്തെ പൊതുവേ ഇങ്ങനത്തെ ഒരു നമുക്ക് ഇങ്ങനത്തെ ഒരു പാറ്റേൺ കാണാം. അപ്പൊ അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഈ പറഞ്ഞ ആക്ഷൻ കമ്മിറ്റി. ഭയങ്കര സസ്പീഷ്യസ് ഒരു ആക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കുന്നു. ഇതിനെതിരെ പെട്ടെന്ന് കുറെ ആളുകൾ പറയുന്നു, കുറെ യൂട്യൂബേഴ്സ്. നിങ്ങൾ നോക്കിയാൽ ആ വിഷയം ഫസ്റ്റ് ഒരു യൂട്യൂബർ കംപ്ലൈന്റ് അല്ല രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. അയാൾക്കെതിരെ അവിടെ ഇപ്പം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആള് ഡിഫമേഷന് ഫയൽ ചെയ്തിട്ടുണ്ട്. അവിടെ നിന്നാണ് ഈ കേസ് ഒന്ന് സ്പ്രെഡായി വന്നത്. പിന്നെ ഒന്ന് പുകഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് പറഞ്ഞ ചിന്നയ്യ ഒരു സുപ്രഭാതത്തിൽ കയറി വന്നതും തനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, തനിക്ക് ഒന്ന് കുഴിച്ചു മൂടി വരാക്ക, തന്നെ രാത്രി ഉറക്കത്തിൽ പേടിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞാണ് വന്നത്. പിന്നെ ഇതെല്ലാം പഴയ സ്ഥലങ്ങളാ. ഇപ്പൊ നിങ്ങളെ വീടിന്റെ എവിടെയും കുറെ തപ്പിയൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഉണ്ടാവും. അല്ലാതെ ഇത് 100 ആളെ കുഴിച്ചു പോയാൽ അത്രയും തെളിവ് കാണും അല്ല. അപ്പൊ ഇങ്ങനെ ഒരു കാര്യമാണ്. അപ്പം ഇത് ഇങ്ങനത്തെ പഴയ അമ്പലങ്ങളൊക്കെയാണ്. ചിലപ്പോ അവിടെ ശ്മശാനങ്ങൾ ഉണ്ടാവാം. അപ്പൊ അവരങ്ങനത്തെ ഒരു പ്രതീക്ഷയിലായിരിക്കും എന്തെങ്കിലുമൊക്കെ ഒന്ന് കുഴിച്ചാൽ കിട്ടുമായിരിക്കും രീതിയിൽ. പക്ഷെ ഇതൊരു കാര്യം നടന്നത് അതും കർണാടക ഭരിക്കുന്ന BJP അല്ല പറയാൻ. നമ്മൾ അങ്ങനെ ഒരു വാദം, സംഘി എന്നുള്ളൊരു വാദം പറയാൻ പറ്റില്ല. അപ്പം ഈ പ്രകാശ് രാജ് പൊതുവെ ഒരു ആന്റി ഹിന്ദു ഒരു ലെവലിലാണ്. ഹിന്ദു എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു കൾച്ചറിന് അഗെയിൻസ്റ്റ് ആയിട്ട് പൊതുവെ നിൽക്കുന്നത്. അപ്പൊ ഇങ്ങനത്തെ ഒരു ആരോപണം ഉണ്ട്. അപ്പൊ ഇതില് നമ്മളെ മനാഫിനെ ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. മനാഫ് ലാസ്റ്റ് ഞാൻ അങ്ങനെ ഇങ്ങനെയെന്നാണ് ഒഴിഞ്ഞു. അപ്പൊ ഇതില് പെട്ടെന്ന് വെച്ചാൽ ഒരു വിഷയം വരുന്നു. പെട്ടെന്ന് കുറെ യൂട്യൂബേഴ്സ് ഈ അമ്പലത്തിനെതിരെ വീഡിയോ ചെയ്യുന്നു. നമ്മളൊരു പ്ലാൻ ചെയ്ത പോലെ കുറെ ആളുകൾ പെട്ടെന്ന് ഇതിനെതിരെ വരുന്നു. പക്ഷെ ലാസ്റ്റ് വരുമ്പോൾ ഈ പറഞ്ഞതിൽ ഒരു തരി പോലും സത്യലാസ്റ്റ്. അപ്പൊ ഇനിയിപ്പോ കോടതി ഏതായാലും ബാക്കി ഇയാളെ ചോദ്യം ചെയ്ത് ബാക്കി തെളിയിക്കട്ടെ. പക്ഷെ ഇതൊരു ഞെട്ടിപ്പിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഈ പ്രകാശ് രാജ്. കാരണം ഔട്ട് ഓഫ് നോവെയർ ഒരാള് പ്രകാശ് രാജിന്റെ പേര് പറയാനുള്ള സാധ്യതയില്ല. പ്രകാശ് രാജ് ആണെന്ന് പറഞ്ഞത് നമ്മളൊരു സാധാ വ്യക്തിനെ പറയുന്ന പോലെ അല്ലല്ലോ. അപ്പൊ ഈ തെളിവുകളും കാര്യങ്ങളും വരട്ടെ. അപ്പൊ അങ്ങനെ ആണെങ്കിൽ അവർക്ക് ഇപ്പൊ കോടതിയിൽ കേസ് നടക്കുന്നതുകൊണ്ട് പിന്നെ അധികം നമുക്ക് അപ്പം ഈ ധർമ്മസ്ഥലം ഇങ്ങനെ ടാർഗറ്റ് ചെയ്യുന്ന ഒരു ശ്രമം പൊതുവെ നടക്കുന്നുണ്ട്. അതിന്റെ ബാക്കി പത്രം തന്നെ ആയിരിക്കും അല്ലെ? ചിലപ്പോ നമ്മളൊരു പാറ്റേൺ പൊതുവെ കാണും. ഒന്നെങ്കിൽ ആക്ടിവിസ്റ്റുകളായിരിക്കും കയറുന്നത്, അല്ലെങ്കിൽ ധർമ്മസ്ഥല എന്ന് പറഞ്ഞ സ്ഥലം അവിടെ ഫ്രീ ആയിട്ട് അന്നദാനം ഒക്കെ കൊടുക്കുന്നു. അത്യാവശ്യം പഴയ ടെമ്പിൾ ആണ്, നല്ല ഫേമസ് ആയ ടെമ്പിൾ ആണ്. ഒരുവിധം ആളുകൾ കേരളത്തിൽ നിന്നൊക്കെ ആൾക്കാർ പോകുന്നുണ്ട്. അത്യാവശ്യം കേരളത്തിൽ നല്ല ആളുകൾ പോകുന്ന ഒരു അമ്പലമാണ്. നല്ല ഫേമസ് ആണ്, ആചാരങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു കാര്യമാണ്. പിന്നെ അതൊരു ഏരിയ ഏകദേശം അങ്ങനത്തെ ഒരു ഏരിയയിലാണ്. അപ്പൊ അത് അമ്പലങ്ങൾക്കെതിരെ ഹിന്ദു ടെമ്പിൾസിനെതിരെ ടാർഗറ്റ് ചെയ്യുന്ന രീതി കുറച്ചായിട്ട് ഇങ്ങനെ കാണുന്നുണ്ട്. ഇതെന്താന്നുള്ളത് ഇപ്പൊ പ്രകാശ് രാജിന്റെ പേര് പറഞ്ഞുകൊണ്ടാണ് എല്ലാവർക്കും ഒരു ഇങ്ങനെയാണെങ്കിൽ 200 കോടി രൂപ ഓഫർ ചെയ്തു എന്നാ പറഞ്ഞത്. അതൊരു നിസ്സാരമായിട്ടുള്ള ഒരു ഫണ്ടല്ല, വലിയ രീതിയിലുള്ള ഒരു ഫണ്ടാണ്. എങ്ങനെയാണ് ആ ഒരു ഫണ്ട് ഇവരിലേക്ക് എത്തുക? അല്ലെങ്കിൽ പ്രകാശ് രാജ് ഉൾപ്പെടെ പല ആൾക്കാരും ഇതിന്റെ ഭാഗമാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ജിഹാദി ഫണ്ടിങ് ആണോ എന്ന് പോലെ അന്വേഷിക്കേണ്ടി വരുന്നതല്ലേ? ചിലപ്പോ അത് പറയാൻ പറ്റില്ല. നമ്മളെ ഇപ്പൊ FCRA അടുത്ത് വന്നാലേ ഇതുപോലെ മിഷനറി ഫണ്ടിങ് ആണോ
ഈ പ്രകാശ് രാജ് ആയതുകൊണ്ട് എനിക്കത് കൂടുതൽ മിഷണറി ലൈനിലേക്കാണ് ചാൻസ് കൂടുതൽ. ഉം. അല്ലെങ്കിൽ മിഷണറി മാവോയിസ്റ്റ് ഒരു നെക്സസ് വരുന്നുണ്ട് അവിടെ. ഉം. അതാണോ അതോ ഇനി മിഷണറി ഫണ്ട് എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കാണ് നമുക്ക് ലൈക്ക് അതിന്റെ ഫണ്ടിങ് എല്ലാം വരുന്നത് എവിടുന്നാ നമുക്കറിയാം. മറ്റേത് മിഡിൽ ഈസ്റ്റ് ആണെങ്കിൽ ഇത് വരുന്നത് US ബേസ്ഡോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ ബേസ്ഡ് ആയ രീതിയിൽ നിന്നാണ് വരുന്നത്. അപ്പൊ അത് ഇപ്പൊ എല്ലാവരും ചോദ്യം ചെയ്യട്ടെ. കാരണം എന്തായാലും ഇതിൽ ഇങ്ങനെ ഒരു ഇതൊന്നും ചോദ്യം ചെയ്യണം, തെളിവുകൾ മാക്സിമം നോക്കണം. കാരണം അങ്ങനെ തെറ്റായ രീതിയിൽ ഇങ്ങനെ ഒരു അമ്പലത്തെ ചിത്രീകരിക്കുന്ന അത്ര ഒരു നല്ല രീതിയല്ല. പിന്നെ അത് മാത്രമല്ല, ഈ അമ്പലങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നതിനെതിരെ ഒരു നല്ല പ്രവണതയല്ല ഈ അമ്പലങ്ങളെ ഒരു തെളിവുമില്ലാതെ ടാർഗറ്റ് ചെയ്യുക. കാരണം ഇതെന്ന് വെച്ചാൽ ഈ ന്യൂസ് വന്നപ്പോ തന്നെ കുറെ യൂട്യൂബേഴ്സ് വീഡിയോ ചെയ്യുക. അപ്പൊ ഒറ്റയടി അമ്പലത്തിന്റെ ഒരു ഇമേജ് കളഞ്ഞ് പിന്നെയാണ് ഈ വിഷയങ്ങളൊക്കെ നടക്കുന്നത്. അപ്പൊ അതിനെതിരെ അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അതൊരു സീരിയസ് ആയി എടുക്കേണ്ട ഒരു കാര്യമാണ്. ഒരു ജെന്യൂനായ ആരോപണമാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ വരുമ്പോ അതൊരു പ്രശ്നമാണ്. അപ്പൊ ശരിക്കും പറഞ്ഞത് ജെന്യൂൻ ആണെന്ന് നമുക്ക് വിശ്വസിക്കാൻ പൊരുത്തപ്പെടാൻ ഒരു ബുദ്ധിമുട്ട്. അല്ല, ഇത് കംപ്ലീറ്റ്ലി ഫേക്ക് ആണ് നമുക്ക് ഇപ്പൊ തന്നെ പറയുന്നത്. ഈ അമ്പലത്തിനെ പറ്റിയുള്ള ആരോപണങ്ങളും അവിടെ സാക്ഷിയെ വന്ന ആളുകളും ഈ സാക്ഷിയെ വന്ന ശുചീകരണ പ്രകാശ് രാജ് ആണെന്ന് പറഞ്ഞാൽ പിന്നെ ഇയാളാണ് ഇതിന് ബേസ് ആള്. ഈ പുള്ളി കാലു മാറിയാൽ പിന്നെ ആരുമില്ല. ഈ പുള്ളി എനിക്ക് തോന്നുന്നു പ്രകാശ് രാജ് പറഞ്ഞാൽ പിന്നെ അവിടെ വേറെ ആരുമില്ല. പിന്നെ ഇവിടെ തെളിവില്ല. നമുക്ക് ഒരു കേസ് നടക്കുമ്പോൾ ഈ കുറ്റസമ്മതം നടത്തുന്ന ഒരാളുണ്ടെങ്കിൽ അത് മാത്രം പോരാ, അവിടെ തെളിവ് വേണം. അങ്ങനെയാണെങ്കിൽ ഈ അനന്യയുടെ അമ്മയും ഇതിലൊരു കുറ്റക്കാരി തന്നെയല്ലേ ആണ്. പക്ഷെ അവർ സ്റ്റാറ്റസ് ആക്ച്വലി നോക്കി കിട്ടിയില്ല എന്താണ് ഇപ്പൊ സംഭവിക്കുന്നത്. അവരുടെ എന്താ അനന്യ ഒരു ടൂറിന് പോയതാണ്, ധർമ്മസ്ഥലേക്ക് പോയതാണ്. തന്റെ മോള് മാത്രം തിരിച്ചു വന്നില്ല. അന്നും അവരുടെ നിയമ പോരാട്ടമെന്നാണ് അനന്യയുടെ അമ്മ പറയുന്നത്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞു എനിക്ക് ഇങ്ങനെ ഒരു മകളേ ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ അവരത് ഡീറ്റെയിൽസ് നോക്കിയപ്പോ ഇങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒന്നും കിട്ടിയിട്ടില്ല. അപ്പൊ ഇത് കംപ്ലീറ്റ്ലി ഫാബ്രിക്കേറ്റ് ചെയ്തൊരു കഥയാണ്. അപ്പൊ ഇത് ഇപ്പം പിന്നെ ഒരു വ്യക്തി ഒറ്റയ്ക്ക് ഇത് ഫാബ്രിക്കേറ്റ് ചെയ്യൂല. എന്തായാലും ഇതിന് പിന്നിൽ ഒരാളുണ്ടാവും, ഒരു ടീം ഉണ്ടാവും. കാരണം ഒരു ശുചീകരണ തൊഴിലാളിക്കോ അല്ലെങ്കിൽ ഒരു സ്ത്രീക്കോ വന്ന് ഇത്ര വലിയൊരു അമ്പലത്തിനെതിരെ ഒന്നും ഫാബ്രിക്കേറ്റ് ചെയ്ത് ഇയാൾ കുറെ അസ്ഥികൂടങ്ങളും ഹാജരാക്കിയിരുന്നു, അതറിഞ്ഞില്ല. കുറെ സ്കള്ളുകളൊക്കെ ഹാജരാക്കി, അതെല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ഇതായിരുന്നു. അപ്പൊ ഇതൊന്നൊരു ഒരാളൊറ്റയ്ക്ക് ആലോചിച്ച് ചെയ്യുന്ന ഒരു കാര്യമല്ല. എന്തായാലും ഇതിന് പിന്നിൽ ഒരു നെക്സസ് ഉണ്ട്. അപ്പൊ അതാരാന്നുള്ളതാണ് പ്രശ്നം. ഇപ്പൊ പ്രകാശ് രാജിന്റെ പേരെ വന്ന് അത് ജോയിൻ ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. പിന്നെ അത് കർണാടക സർക്കാരാണ് ചെയ്യുന്നത്, കോടതി ഇടപെട്ടിട്ടുണ്ട്. ടിപ്പിക്കൽ ഈ പറയുന്ന അത് അങ്ങനെയാക്കി ഇത് ഇങ്ങനെയാക്കി എന്നുള്ള ആരോപണങ്ങൾ പറയാൻ പറ്റില്ല. BJP അല്ല കർണാടക ഭരിക്കുന്നത്, അല്ലെങ്കിൽ അതും പറഞ്ഞു സംഖ്യ എന്ന് പറഞ്ഞാൽ